ഹലോ ഫ്രണ്ട്സ്, ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 4 ആണ് ഈ വീഡിയോയിലുള്ളത്. ഫസ്റ്റ് ചോദ്യം നോക്കാം. ചിത്രത്തിൽ കാണുന്ന നോക്കാം. പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ക്ലിനിക്. സർ, ആശുപത്രി. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ആംബുലൻസ്. ആൻസർ പ്രഥമ ശുശ്രൂഷ. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ആശുപത്രി, വിശ്രമസ്ഥലം, പ്രഥമ ശുശ്രൂഷ പോസ്റ്റ്, ക്ലിനിക്. ആൻസർ വിശ്രമസ്ഥലം. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല, ഇടത് തിരിവ്, മുന്നിൽ പാലം, ഇടതുവശം സർവീസ് റോഡ്. ആൻസർ മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. മുന്നിൽ സർവീസ് റോഡ്, മുന്നിലുള്ള പ്രധാന റോഡ്, മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല, മുന്നിൽ പാലം. ആൻസർ മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ഇരുവശവും പെട്രോൾ പമ്പ്, ഇരുവശവും പാർക്കിംഗ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, ഇരുവശവും സർവീസ് റോഡ്. ആൻസർ ഇരുവശവും പാർക്കിംഗ്. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും, സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നിരോധിച്ചിരിക്കുന്നു, സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നന്നാക്കുന്നു, സ്കൂട്ടറുകൾ പാർക്ക് ചെയ്താൽ പിഴ. ആൻസർ പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, പാർക്കിംഗ് സ്ഥലം ടാക്സി ഓർ ടാക്സി സ്റ്റാൻഡ്, പോലീസ് വാഹനങ്ങളുടെ പാർക്കിംഗ്, ടാക്സികൾക്ക് പ്രവേശനമില്ല. ആൻസർ പാർക്കിംഗ് സ്ഥലം ടാക്സി ഓർ ടാക്സി സ്റ്റാൻഡ്. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. പെട്രോൾ പമ്പ്, പാർക്കിംഗ് സ്ഥലം സൈക്കിൾ റിക്ഷകൾ, ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു, പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ. ആൻസർ പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. വലതുവശത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ്, വലത്തോട്ട് നിർബന്ധിത തിരിയുക, വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു, വലതുവശത്ത് പെട്രോൾ പമ്പ്. സർ വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, ഒരു ട്രാഫിക് സിഗ്നലിൽ ആംബർ ലൈറ്റിന് ശേഷം ഈ ലൈറ്റുകളിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് നോക്കാം. ചുവപ്പ്, പച്ച, പച്ച ആരോ ലൈറ്റ്, ചുവപ്പ് അല്ലെങ്കിൽ പച്ച. ആൻസർ ചുവപ്പ് അല്ലെങ്കിൽ പച്ച. അടുത്ത ചോദ്യം നോക്കാം. മിന്നുന്ന ചുവപ്പ് അല്ലെങ്കിൽ നീല ലൈറ്റുമായി ഒരു വാഹനം സമീപിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കാം. വേഗത കുറച്ച് റോഡിന്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക, നിങ്ങൾ എവിടെയാണോ അവിടെ നിർത്തുക, വാഹനത്തെ അവഗണിക്കുക, കഴിയുന്നത്ര വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. ആൻസർ വേഗത കുറച്ച് റോഡിന്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾക്ക് എപ്പോഴാണ് വാഹനത്തിൻ്റെ വലതുവശത്തെ വാതിലുകൾ സുരക്ഷിതമായി തുറക്കാൻ കഴിയുക? ഓപ്ഷൻസ് നോക്കാം. മറ്റു ഗതാഗതം ഒന്നും ഇല്ലെങ്കിൽ, വാഹനം നിർത്തിയതിനു ശേഷം അപ്പോൾ തന്നെ, മറ്റു കാറുകൾ സൈഡിലേക്ക് സിഗ്നൽ നൽകിയ ശേഷം, നിങ്ങൾക്ക് പെട്ടെന്ന് തുറക്കാനും അടയ്ക്കാനും കഴിയുമെങ്കിൽ. ആൻസർ നോക്കാം. മറ്റു ഗതാഗതം ഒന്നും ഇല്ലെങ്കിൽ. അടുത്ത ചോദ്യം, ഒരു കവലയിൽ മിന്നുന്ന ആംബർ ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. വേഗത്തിൽ കടക്കുക, സ്റ്റോപ്പ് ലൈനിൽ നിർത്തുക, കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക.
അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ ഒരു റൗണ്ട് എബൌട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. കുറഞ്ഞ വേഗതയിൽ റൗണ്ട് എബൌട്ടിലേക്ക് പ്രവേശിക്കുക, ശരിയായ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, പുറത്തെ പാത മാത്രം ഉപയോഗിക്കുക, അകത്തെ പാത മാത്രം ഉപയോഗിക്കുക. ആൻസർ: ശരിയായ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. അടുത്ത ചോദ്യം. നിങ്ങൾ ഒരു മെയിൻ റോഡിലെ ട്രാഫിക് ലൈറ്റുകളോ പോലീസുകാരോ ട്രാഫിക് സിഗ്നലുകളോ ഇല്ലാത്ത ജംഗ്ഷനിൽ എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മറ്റു റോഡുകളിൽ നിന്ന് വാഹനമില്ലെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുക, വാഹനം നിർത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോകുക, വഴി വ്യക്തമാണെങ്കിൽ വേഗതയോടെ മുന്നോട്ട് പോകുക, വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. ആൻസർ: വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തി ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു, മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്തി പിന്നിലൂടെ വരുന്ന വാഹനങ്ങളെ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ: മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, മുന്നിൽ നിന്ന് വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു, പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ: മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, പിന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു, മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ: പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ലാസ്റ്റ് ചോദ്യമാണ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, പിന്നിൽ നിന്ന് വാഹനം കടന്നു വരുന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു, വലതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ: ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ഫിനിഷ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലെവൽ 4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെവൽ 5 അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.